നമുക്ക് റേഡിയോ 81 കയറാം. എല്ലാരും പെണ്ണിക്കുന്നതായിരിക്കും. അതാണ് റേഡിയോയില് കയറിയ എണ്ണിക്കും. എല്ലാരും എണീറ്റ്. മെയിൻലി ഒരു കാര്യം പറയാം, കളിക്കാനുള്ള പ്ലേസിനെ പിന്നെ നമുക്ക് അടുത്ത കുറച്ച് കൺബോർ സിറ്റുവേഷൻസ് വരുമെന്നൊരു കരക്കമ്പി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കളിക്കുമ്പോ അന്നേരം കളിക്കുമ്പോ നമുക്ക് ഇനി നീ നന്നായിട്ട് കളിക്കണ്ടേ. ജോക്കിയെ നിങ്ങൾ ആരെങ്കിലും സ്ട്രീമിൽ എവിടെയെങ്കിലും കണ്ടോ? പിന്നെ RP കാണാൻ കിട്ടണേ, റിയൽ ലൈഫിൽ കാണാൻ കിട്ടണല്ലേ പുള്ളി അവിടെയാ. ഓക്സി ഉണ്ടല്ലോ, ഓക്സിനകത്തുണ്ടല്ലോ. ഓക്സി ഉണ്ട്. ഓക്സി ഹലോ, നീ ഇപ്പൊ വന്ന് എടാ ഓക്സി, നിനക്കെന്ത് PvP ബാനാണോ? എത്ര ദിവസത്തേക്ക്? അറിയില്ല, പെർമനന്റ് ആണോ? മൈൽസിന്റെ അച്ഛന് വയ്യ. മൈൽസിന്റെ അച്ഛന്റെ കാലിന്റെ ഓപ്പറേഷനാ. കുറെ ദിവസമായിട്ട് ആശുപത്രിയില്. ഇവിടെ കോഹ്ലിയുടെ 2 ഫുണ്ടാളും കൂടെ കളി തന്നെ ഇവിടെ. ബാബുവിനെ കാണുന്നില്ല ഇപ്പൊ. അകത്തുണ്ട്, ഉള്ളിലുണ്ട്, രായന്റെ ഉള്ളിൽ ഞാൻ ഉണ്ട്. അപ്പൊ പുതിയതായിട്ട് സിറ്റിയില് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സിനെ വെൽക്കം ചെയ്ത് അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇരുന്ന കസേര നമുക്കത്തന്നെ ഇടിപ്പിച്ചടാ. ഇങ്ങനെ എണ്ണിപ്പിക്കാൻ പറ്റും, അല്ലാതെ വിടാൻ പറ്റില്ല. അപ്പോ എളിയ ജുഗത്തിക്കലെ അപ്പോ നമസ്കാരം, ഏവർക്കും ശുഭദിനം നേരുന്നു. സുഹൃത്തുക്കളെ, ഇത്രയും നിങ്ങൾ നമ്മളെ എതിരെ നിന്നെ കണ്ടിട്ടുള്ളൂ. ഇനിമേത കൂടെ നിന്ന് പാക്ക പോരെ. അപ്പോ പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശരിക്കും എതിരെ നിന്ന് കണ്ട പോലെ അല്ല നമ്മുടെ കൂടെ നിന്ന് കാണുമ്പോ. ശരിക്കും പറഞ്ഞാ കൂടെ നിന്ന് കാണുമ്പോഴാണ് എതിരെ നിന്ന് കണ്ടാ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു സമയം. അതുകൊണ്ട് തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് അത് ശീലമായിക്കോളും. അപ്പോ നിങ്ങളെ പറ്റുന്ന അത്ര എഫോർട്ട് ഇട്ട് ആക്റ്റീവായിട്ട് നിൽക്കണം. പറ്റുന്ന അത്രയും വെടിവെപ്പ് സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കണം. നിങ്ങളാണ് നമ്മുടെ കുറച്ച് പ്രതീക്ഷ. ഇവിടെ പണ്ട് വെടിവെച്ച് നടന്നതിന്റെയൊക്കെ ഇപ്പം സത്യം പറഞ്ഞ വെടി ഒരിടത്തും എത്തുന്നില്ല. അപ്പോ വെരി ഗുഡ്, വെൽ ഡൺ, ബൈ, ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ വിത്ത് us. ലാസ്റ്റ് അത് ഇറ്റ്സ് വിച്ചല്ലേ പറയേണ്ടത്, അത് അവന്മാരെ വിളിച്ച പോലായില്ലേ. ഓക്കെ, അപ്പൊ സരക്കെ അടുത്ത സരക്ക് പറ. അല്ല, ഇതിപ്പോ ഇതിനകത്തുള്ള പ്ലേയേഴ്സ് ഇപ്പൊ വന്ന പുതുതായിട്ടൊന്നും എല്ലാരും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ഒരു ഓരോരുത്തരുടെ കാര്യമായിട്ട് തന്നെ പറയാം. ഇപ്പൊ നിക്കിന്റെ കാര്യമാണെങ്കിലും ഫ്ലഫിയുടെ കാര്യമാണെങ്കിലും ഫസ്റ്റ് തന്നെ എനിക്കും TVയിലുള്ളവർക്കാണെങ്കിലും ആദ്യമേ തന്നെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് എടുക്കാൻ നമ്മളെ ഫാമിലിയോട്ട് ആഡ് ചെയ്യുന്നില്ലുണ്ട് ഫുള്ളി ഓക്കെ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 2 പ്ലേയേഴ്സ് ആയിരുന്നു ഓൾറെഡി, നിക്കാണെങ്കിലും ഫ്ലഫി ആണെങ്കിലും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇറ്റാച്ചിയുടെയും സ്നൈപ്പിന്റെയും കേസ് അതിന് ശേഷമാണ് വരുന്നത്. അപ്പം ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഒരു മെയിൻ ലൈനപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു ലൈനപ്പ് തന്നെയാണ്. നമ്മള് സിയോൺ റൂൾ ചെയ്യും, എടാ അത് തന്നെ പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, സരക്ക് പറഞ്ഞൊരു മെയിൻ കാര്യം, അതായത് എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളിപ്പോ ഓപ്പോസിറ്റ് ഗ്യാങ്ങിലൊക്കെ പല ടൈമിൽ ഇങ്ങനെ പല സിറ്റുവേഷനിൽ നിങ്ങൾ എതിരെ നിന്ന്
കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് മൈൻഡിലുണ്ടാവും. അപ്പോൾ എല്ലാവരോടും സംസാരിക്കുക, അത് പയ്യെ മാറും. ഇവിടെ ബാലനെയൊക്കെ എടുക്കണ സമയത്ത് ഇവിടെ മറ്റേ അടിനാശം വെള്ളപ്പൊക്കമായിരുന്നു അല്ലേ ബാല? അതെ, അപ്പൊ ആട്ടത്തുപ്പമായിരുന്നു ഇൻ ബിറ്റ്വീൻ കുറച്ച് നാള്. അപ്പൊ ആ ഒരു ടൈമില് ആ ഒരു സാധനങ്ങളൊക്കെ അവൻ തന്നെ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്താ മാറ്റിയത്. ശരിക്കും പറഞ്ഞ ബാലന്റെ ഒക്കെ കേസിൽ ബാലൻ തന്നെ എല്ലാവരോടും സംസാരിച്ച് ബാലനെയൊക്കെ എടുക്കുന്ന സമയത്ത് ബോബോയിട്ടും ഒക്കെ ഇവര് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിരുന്നു. അപ്പൊ അതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തതാണ്. അപ്പൊ പുതിയതായിട്ട് വന്ന നിങ്ങളോട് 4 പേരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 5ാമത്തെ ഒരാൾ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് 4 പേരെന്ന് പറയണേ. 4 പേര് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരോടും സംസാരിച്ച് പയ്യെ അതെല്ലാം സെറ്റാവും. ഒറ്റ ദിവസം കൊണ്ടൊന്നും സിങ്ക് വരില്ല. നിങ്ങൾ പയ്യെ സിറ്റുവേഷൻസ് എടുക്കുക. അടുത്തൊരു ഫൈറ്റ് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ തോറ്റാലും ഒരു കുഴപ്പമില്ല. ലൈക്ക് ആ ഒരു സിങ്ക് നമുക്ക് പയ്യെ സെറ്റാക്കി എടുക്കാം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് സെറ്റാക്കി എടുക്കാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ റെഡിയാകുക, അത്രയും മാത്രം മതി. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. നിങ്ങൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇതൊന്നും കാണിക്കാതെ നന്നായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ TV-യുടെ ഒരു കോ-ലീഡറായിട്ട് നമ്മൾ പ്രൊമോഷനൊക്കെ കൊടുത്തതായിരുന്നു പെർഫോമൻസ് ബേസിൽ. പക്ഷെ ഇപ്പം അത് തിരിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്ന ഒരു കോ-ലീഡറിനെ ആയ ചന്ദ്രബോസിനെ ഞാൻ സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും വെൽക്കം. ഗ്രാഫ് എപ്പോഴും ഉയർത്തി തന്നെ വെക്കുക, താഴ്ന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ നല്ല രീതിയിൽ കളിക്കുക. ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ പുതുതായിട്ടൊന്നേല്? സ്വന്തമായിട്ട് തോന്നുന്ന ആരെങ്കിലും ഒന്ന് പേര് പറഞ്ഞ നല്ല അടിപൊളി സംസാരിച്ചിട്ടേ അല്ലേ എന്റെ അടുത്ത് ഇൻട്രോവേർട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇൻട്രോവേർട്സ് ഒക്കെ മാറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. എന്താ പറയാ, നിങ്ങളുടെ ഫ്യൂച്ചറിന് ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അപ്പൊ അടുത്തതായി നമ്മുടെ മെയിൻ ഒരു കോ ലീഡർ രായനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ബെല്ലാരി രായനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഹലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മെയിൻലി ലൈക്ക് ഇപ്പൊ ഒരു റിക്രൂട്ട്മെന്റ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇനാക്റ്റീവ് കാരണം തന്നെയാണ്. അപ്പൊ നമ്മളൊരു പുതിയൊരു സ്റ്റാർട്ടപ്പ് പറഞ്ഞ പോലെ വാസുവിനെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പൊ നമുക്ക് കളിക്കാൻ പ്ലേയേഴ്സ് ഉണ്ട്, ഇനി വേറെ സ്ലോട്ട് ഒന്നും ഇല്ല, അപ്പൊ എല്ലാം ഫുള്ളായിട്ടുണ്ട്. അപ്പൊ എല്ലാരും പഴയ പോലെ വന്ന് എല്ലാരും ഇനി ഇനാക്റ്റീവ് ആവരുതെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, കൂടുതലാണ്. പിന്നെ എല്ലാരും വന്നവർക്ക് കുറച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം. കുറച്ച് ഒരു 2-3 സിറ്റുവേഷൻ ബേസിലായിരിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സിങ്ക് ആവുന്നത്. അത് വരയ്ക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം, മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് സംസാരിക്കാം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇൻട്രോവേർട്ട് കെവിൻ? അപ്പൊ അടുത്തത് മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് TV-യിലെ മെമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പുതിയ മെമ്പേഴ്സിന് വെൽക്കം കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കണ്ണാപ്പിയെ ക്ഷണിച്ചോളുന്നു. അപ്പൊ എന്നാ ഒരു ത്യാഗിന് വേണ്ട എല്ലാം നമുക്കായി. കള്ളന് കള്ളൻ, വെടിവെക്കുന്നവര് വെടിവെക്കുന്നവർ, ഈ പിന്നെ സ്ഥിരം ഇങ്ങനെ വെടിയൊക്കെ എടുത്തവന്മാരെല്ലാം മറ്റേ പെമ്പിള്ളാറ് പറയുന്ന പോയാ കണ്ടത്. വില്ലപോൻ എല്ലാം എണ്ണം ഉണ്ട്. അപ്പൊ ഇങ്ങനെ പെമ്പിള്ളാറ് പറയുന്ന പോയായിരിക്കാം. പിന്നെ സിറ്റിയിൽ എപ്പോഴും ആക്റ്റീവ് ആണ്. പിന്നെ സേതുവിനെ വിഷയത്തിന് നമുക്ക് ഇടയ്ക്ക് മീശയൊക്കെ വെച്ച് ഒരിക്കാന്ന് നിൽക്കാം. അതൊരു വിഷയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി മീശ വെക്കാൻ ഞാൻ മറന്നതാണ്. മീശ മുടിയൊക്കെ വെച്ച് സേതുവായിട്ട് വന്ന് നിൽക്കാം. വിളിച്ചാൽ മതി, വിഷയം തന്നെ പറഞ്ഞാൽ മതി. പിന്നെ അപ്പം എല്ലാവർക്കും അപ്പം വെൽക്കം. അപ്പൊ പിറ്റാച്ചി, സ്നൈപ്പ്, ടെക്സാസ്, നിക്കേതൻ, പിന്നെ മറ്റേ ഫ്ലഫി, എല്ലാവർക്കും വെൽക്കം വെൽക്കം വെൽക്കം. അയ്യോ എന്നാ കള്ളന്റെ കേസ് അറിഞ്ഞില്ലേ? ശൈലജ റെഡ്ഡി എടുത്ത് എന്നിട്ട് പറയാണ് ഈ പൂച്ചാടെ മോളെന്ന് വിളിച്ച്. അതിനാണ് 14 ദിവസം പുറത്തിരിക്കുന്നത്. പൂച്ചാടെ മോളെന്ന് വിളിച്ച്. അത് അവള് AFK ആയിരുന്നു, ലൈവ് ശ്രദ്ധിച്ചില്ല. ഞാനാണെ അത് ലൈവിൽ എടുത്തിട്ട് അവളെ ഒന്ന് വലിക്കുകയും ചെയ്തു. പാവം പയ്യൻ 14 ദിവസമില്ല.
റിക്രൂട്ട്മെന്റ് ബാൻ ഉള്ളവനെ റിക്രൂട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നല്ലോടാ എനിക്ക്. നല്ല അഡിഷൻ ആണ് അത്. നല്ലൊരു പേരാണ്. അപ്പം എല്ലാവർക്കും വെൽക്കം. അപ്പം ബാക്കി ആലോചിച്ചൊക്കെ റിക്രൂട്ട് ഒക്കെ ചെയ്തേ വാണിംഗ് പോയിന്റ് കാരണം നമ്മളെ ഗ്യാങ് പുറത്താണത്. 30 പേര്. വേറെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായോ എല്ലാം പറയാനുണ്ടോ? അല്ലെ ഈ ട്രിക്കി പുതിയ റിക്രൂട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പുറത്തിരുന്ന്. അഭിപ്രായം ഒന്ന് പറയണം. ഒരാളെ റെക്കമെൻഡ് ചെയ്തായിരുന്നു. അത് അല്ല ഉറങ്ങിയതല്ല, ഇപ്പൊ വിളിച്ചോണ്ട് ആൾ അനങ്ങാണ്ടിരിക്കുക. ഉറങ്ങട്ടെ. ബാലം പറ അടിച്ചു പോകണ കഴിവറടാ. പേര് വിളിച്ച കത്തിയോടാവേ. സിറ്റി എല്ലാരും കത്തുന്നുണ്ടോ? മെയിൻ ഒരാളുണ്ട്. 2 കൂട്ടുകാരന്മാർക്ക് വേണ്ടി ഗ്രൂപ്പിൽ നിന്നൊക്കെ പിണങ്ങി ഇറങ്ങി ഓടി ഇന്ന് സിറ്റിയിൽ ഇന്ന് തിരിച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത സ്പീഡിന് ഞാൻ അഭിപ്രായം പറയാൻ ക്ഷണിക്കുന്നു. ഹലോ. വാ ഫ്രണ്ടി വരണം. അടുത്ത പെർമനന്റ് നമ്മുടെ ഗാങ്ങിൽ പെർമനന്റ് പോകാൻ ഭീഷണിയായിട്ടുള്ള ഒരുത്തനാണ്. ഓക്കെ. അതല്ല, എനിക്ക് ഇവിടുത്തെ കുറച്ച് നിയമങ്ങളുമായിട്ട് അങ്ങനെ ആൾക്കാരെ ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയും പിന്നെ ഇപ്പൊ എല്ലാ ഗ്യാങ്ങും അതേ കണക്ക് നല്ല പ്ലേസിനെ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ ഈ ടീം ഇനി ഫ്യൂച്ചറിൽ അങ്ങോട്ട് പോകുമ്പോ നമ്മൾ ഒരു വാറും തോക്കരുത്. നമ്മൾ എല്ലായിടത്തും തോപ്പിയായിരിക്കണം, ഫസ്റ്റ് ആയിരിക്കണം. ഇനി ആർക്ക് എന്ത് കൂടിയാലും BP കൂടിയാലും എന്തോ എന്നാലും നമ്മളായിരിക്കും ഫസ്റ്റ് കേട്ടോ. ഇനി അവിടെ കിടന്ന് കൊണക്കത്തേ ഉള്ളു ആരും. എന്തുവാടാ ഇനിയിപ്പം കൊറേ കടങ്ങളുണ്ടോ? കൊറേ ഉണ്ട്. അമ്മമാര് കൊറേ അണ്ണനൊക്കെ ഇരുന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് നമ്മളെ ചിരിച്ചു കാണിച്ചാലും എല്ലാം ആണോ ഞാൻ പറയുന്നില്ലടാ. എനിക്ക് പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. കൊറേ ഇത് ഭീഷണിയാണ്. നമ്മുടെ സ്ലോട്ട് പറഞ്ഞ ഒരു സ്ലോട്ടിന് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങക്ക് ട്രിക്കി പുതിയ പ്ലേയേഴ്സിനോട് ഒരു എന്താ പറയാനുള്ളത്? നിനക്ക് എന്തോ പുറത്ത് കുറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എന്തോ വെച്ചൊന്ന് പറഞ്ഞു. അതിലെ ഫിൽട്ടർ നല്ല മാത്രം പറ. എന്റെ ചാർലി ചായനെ വന്നില്ലാതെ വരാത്തോണ്ട് എന്തത് കേട്ടില്ല. മൈക്ക് മാറി കിടക്കുക. എനിക്ക് സേതുവിനെ സ്കെച്ചിന് എടുക്കുന്നതായിരുന്നു കുറച്ച് ആഗ്രഹം. കാരണം പണ്ടല്ലേ എന്റെ ഉണ്ടായിരുന്ന രണ്ടുപേരായിരുന്നു. നിന്നോടായിരുന്നല്ലോ പണ്ട് സുമതിയമ്മ. ഞാൻ അവരെയും കൂടെ എടുക്കാൻ ഞാൻ അല്ലേ ഒരു കാര്യം പറയല്ലേ, ഇവന് അവരോട് കളിക്കാനല്ല ആഗ്രഹം. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോക്കോ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന 10-15 പേര്? ഇതാകുമ്പോ ഒരാളെ മാറ്റിയ പോലെ. നീ അങ്ങോട്ട് പോക്കോ. ഇവരെ 3 പേരെ കൊണ്ടില്ല, രണ്ടുപേരും ഞാൻ എല്ലാരും കൊണ്ടുവരാ. വല്ലാത്ത പ്രശ്നമാണ്. അവൻ തർക്കിക്കൽ വീണ്ടും വരുന്നത്. അഭിപ്രായങ്ങളൊക്കെ മതി. പോയി സ്പീഡാണെങ്കിൽ അറക്കള സ്പീഡാവുന്നുണ്ട്. സത്യം. അപ്പൊ എന്തേലും പറയാനുണ്ടോ ആർക്കെങ്കിലും? എന്തേലും മെമ്പേഴ്സ് അവന്മാർക്ക് എന്തെങ്കിലും പറയണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് പുതിയ മെമ്പേഴ്സിന് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല എല്ലാരും ഒന്ന് പറയണോ? എല്ലാരും സംസാരിച്ചോ? എന്തെങ്കിലും കാണൂല ഡൗട്ട്സ് പറഞ്ഞോ? എന്തായാലും പിണക്കം എന്തെങ്കിലും കണ്ടിപ്പോ സംസാരിച്ചോ? ഒരു പിണക്കവും ഇല്ല. ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂലല്ലോ.
എടാ നിങ്ങള് 15 days കഴിഞ്ഞാലേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ 15 days നിങ്ങൾ സിറ്റിയില് ആക്റ്റീവ് ആയിരിക്കണേ. 15 daysല് ഇതിന്റെ അകത്ത് ഇറ്റാച്ചിക്ക് കാണാനായിട്ട് ഇറ്റാച്ചിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ജൂൺ 4 5 15 ദിവസത്തെ ടൈം ആ ഒരു അതായത് ഈ കൂൾ ഡൗൺ ടൈം അവന് ഒരു ഇത് കഴിഞ്ഞ എന്തുകൊണ്ടോട്ട് തിരിച്ച് ആക്റ്റീവ് ആവാൻ ഒരു ഇത് വേണം. അപ്പൊ കൂൾ ഡൗൺ ടൈം കഴിയുമ്പോഴേ അവൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റാച്ചി പറ. ഹലോ കേക്കണ്ട? കേക്കാം. അതെ, എനിക്ക് ആക്ച്വലി ഞാനിപ്പോ ജൂൺ 25th ആവുമ്പോഴേ എനിക്ക് ശരിക്കും വരാൻ പറ്റത്തുള്ളൂ. അതിന് അത്രയും ടൈം എനിക്ക് സിറ്റി കയറാൻ പറ്റൂലേ. ഞാൻ ഇപ്പൊ തന്നെ സിറ്റി കയറുമ്പോ സമ്പർക്കം എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അത് കുഴപ്പമില്ല. നീ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടല്ലേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിനക്ക് വരാൻ പറ്റുന്ന ഇതിനകത്ത് വന്നാ മതി. ലൈക്ക് എനിക്ക് സിറ്റുവേഷൻസ് അങ്ങനത്തെ ഇതിനൊന്നും എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥ എനിക്കറിയാം. നീ തിരിച്ച് നാട്ടിൽ വരുമ്പോഴത്തേനെ പറ്റത്തുള്ളൂ. എനിക്കറിയാം. അത് സീനില്ല. അപ്പൊ ബാക്കി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഗൈസ്, അവൻ ഇറ്റാച്ചി പുറത്താ. അതായത് അവൻ തിരിച്ച് നാട്ടിലോട്ട് വരണം. നാട്ടിലോട്ട് അവന് കയറാൻ പറ്റില്ല. പിങ് ഇഷ്യൂ ആണ്. ഇവിടെ കയറിയ പിങ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഇവർക്ക് കയറാൻ എന്തായാലും ജൂൺ 5, 6 കഴിഞ്ഞിട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവരൊരു എക്സ്ട്രാ ഒരു 10 ദിവസം കൂടെ വേണം. എന്തോടെ കേട്ടില്ല? എന്തോടെ കേട്ടില്ല പറഞ്ഞേ? 2 ദിവസമായിട്ട് ഇറങ്ങിയിട്ടേ. അപ്പൊ ഇനിയും 12 ദിവസം കണ്ടുണ്ട്. 14 ദിവസം അല്ലേ കൂൾഡൗൺ? അപ്പൊ 14 ദിവസം കഴിഞ്ഞിട്ട് കയറിയാൽ മതി. നിങ്ങൾ 14 ദിവസം കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആയാൽ മതി. എനിക്ക് തോന്നുന്നു നേരത്തെ കയറാൻ പറ്റുന്ന നിക്കിനാണെന്ന് തോന്നുന്നു. നിക്കാണ് കുറച്ച് ഇതുള്ള 30-ാം തീയതി നിക്കിന് കയറാം. ഫസ്റ്റ് നിക്ക്, അത് കഴിഞ്ഞ് ഫ്ലഫി, അത് കഴിഞ്ഞ് സ്നൈപ്പും ഇത് ലൈക്ക് ഇറ്റാച്ചി. എനിക്ക് തോന്നുന്നു വില്ലിക്ക് കയറാന്ന് ആദ്യമേ. വില്ലി കുറെ നാളെ വാഗോസ് ലെഫ്റ്റ്. വില്ലിക്ക് കയറാം. ആദ്യമേ വില്ലിക്ക് കയറാം. പക്ഷെ 14 ദിവസം ബാൻ ഉണ്ടവന്. എല്ലാരും ഒരുപോലെ. സുനി ഇവിടെ കുറച്ചുപേര് റിക്വസ്റ്റ് ചെയ്യുന്നു പുതിയ റിക്രൂട്ട്സിന് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കാവോന്ന്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. മറ്റേ ടീമിന് ആ ഒരു സമയത്തെ കുറിച്ച് വാറൊക്കെ ഉള്ള സമയത്ത് വാറക്കുള്ള സമയത്ത് സരക്കണ്ണാണെങ്കിലും ചന്ദ്രകാരൻ എല്ലാരും ആണെങ്കിലും തന്നെ മറ്റേ ചുമ്മാ ഒരു പോസ്റ്റ് അടിച്ച ആളെ ഇപ്പൊ ഫില്ലാവും 15 പേരാവും പറഞ്ഞിട്ട് കാത്തിരുന്ന് മറ്റേ ഷോക്ക് അടിച്ചിട്ട് വരെ ഇറങ്ങിയ ടൈമുണ്ട്. അപ്പൊ അതുപോലെ ഇനി ആവരുത്. ലൈക്ക് അങ്ങനെ ഒരു ഇതേ ഉള്ളൂ മെയിൻ ആയിട്ട്. കൊണയല്ല പാട്ട്. എന്തിനു പറ 16 ബോളെ 17 റണ്ണ്. ഇറ്റാച്ചി ഇറ്റാച്ചി, ഫ്ലഫി, നിക്ക്, വില്ലി, സ്നൈപ്പ്, സ്പോട്ട് കോമ്പോസിഷൻ. കൈരളി സിനിയുടെ സ്കില്ല് നോക്കാം. അണ്ണന്ന് യോജിപ്പിച്ചു നോക്കണം. മോളി കണ്ടായിരുന്ന നാളെ പഠിക്കാം. അങ്ങനെ പാടിയത് ചേട്ടാണ്ടി പഠിക്കാൻ നാളെ പാടിയാ സമയം എടുക്കും. എന്റെ ചന്ദ്ര ഇതൊക്കെ എന്ത് ചുമ്മാ ഒരു പാട്ടെന്നൊക്കെ പറഞ്ഞൊരു സമയം കൊടുക്കാന്. നിങ്ങൾ സംസാരിച്ചു അപ്പത്തേക്കും ഇതാകും. അത് വരത്തില്ല. നിന്റെ പാട്ട് കേട്ടാ ഇനി ഞങ്ങൾ ഒരു അക്ഷരം മിണ്ടുള്ളൂ. അവൻ എന്നെ കണ്ണാന്ന് വിളിച്ചേക്കുന്നത് എന്നെ അല്ലേ അത്? സായിപ്പ് എസ്രാ കണ്ണാന്നോ? അൺനോൺ സായിപ്പോ അങ്ങനെ ഒരു പേരുണ്ടോ? അൺനോൺ സായിപ്പ്. ഇതിലാരാ 400 സബ്? ഓ അടാ, നീ അത് വിശ്വസിച്ചല്ലോടാ. നീ 400 സബ് ഇന്നലെ പറഞ്ഞത്. എല്ലാരും തമ്മിൽ സംസാരിക്കും എന്തേലൊക്കെ പറയും. ഞങ്ങള് സംസാരിച്ചോളാം. കണ്ണാപ്പി, അപ്പൊ നിനക്ക് ഉള്ള ആയുധങ്ങൾ ഞങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. അതെന്താന്ന് ഞാൻ പറഞ്ഞത്.
എടാ നിങ്ങളിപ്പോ വന്നൊരു ക്യാരക്ടർ ഫോട്ടോ ഒന്ന് അയച്ചു തരണം എല്ലാരും ഒരാവശ്യം കേട്ടാ. സിറ്റി മൊത്തത്തിൽ കത്തിയോ? എടാ നിങ്ങൾ ഇവിടെ IPL കാണുന്നുണ്ടോ? 15 ബോളെ 15 റണ്ണ്. ദാമു പോയാ വേടാ കൊറേ പേര് കത്തുന്നുണ്ടോ? നല്ല ഇത് പിടിക്കുന്നുണ്ട്, നല്ല എല്ലാരും കത്തുന്നുണ്ട്. എല്ലാരും കത്തിയെന്ന് തോന്നുട്ടാ. നമ്മളെ കുറച്ച് പവർഫുൾ കാർഡുള്ള ആൾക്കാരും. ഇല്ല തിരക്കുണ്ട്. രാജസ്ഥാൻ ജയിക്കോ RCB ജയിക്കോ?